ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ റബീഹത്ത്. അപ്പോൾ നമ്മൾ ഇന്ന് കമ്പനി ബോർഡ് LGSുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അല്ലേ വളരെ കഷ്ടപ്പെട്ട് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എക്സാം തന്നെയാണ് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് പേര് കൃത്യമായിട്ട് ഒരു സ്റ്റഡി പ്ലാനോട് കൂടിയിട്ടും ഒക്കെ പഠിച്ചു പോകുന്നുണ്ട്. അപ്പോൾ എങ്കിലും ഇനിയും സ്റ്റാർട്ട് ചെയ്യാത്ത കുറച്ച് ആളുകൾ ഉണ്ടാവും അല്ലേ. ഇനി എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഇനി തുടങ്ങിയാൽ കിട്ടുമോ, ഇനി നമുക്ക് സിലബസ് കവർ ചെയ്യാനായിട്ട് പറ്റുമോ എന്നുള്ള ഒരുപാട് കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ അവർക്കുള്ളതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഓൾമോസ്റ്റ് ഒരു 10 മാസമാണ് ഈ ഒരു എക്സാമിനായിട്ട് നമ്മുടെ മുന്നിലുള്ളത്. നമുക്കറിയാം, പ്രിലിംസും മെയിൻസും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. ജൂൺ മാസത്തിലൊക്കെ ആയിട്ടാണ് നമ്മുടെ പ്രിലിംസ് വരാനായിട്ട് പോകുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ മുന്നിൽ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ പോലും അത്യാവശ്യം സമയം നമ്മുടെ മുന്നിൽ ഈ ഒരു എക്സാമിനായിട്ട് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ടോട്ടലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 10 മാസത്തെ ഒരു സമയം ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇനി ഇതിലോട്ട് പ്രിപ്പയർ ചെയ്ത് വരേണ്ടത്? അപ്പോൾ ഇനിയും സ്റ്റാർട്ട് ചെയ്യാത്ത ഒരുപാട് കൺഫ്യൂഷനിൽ ഇനി തുടങ്ങിയാൽ കിട്ടുമോ, അതല്ലെങ്കിൽ എങ്ങനെയാണ് സിലബസ് കവർ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ആയിട്ട് നിൽക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവരോടാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ കമ്പനി ബോർഡ് LGSന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത്യാവശ്യം വാക്കൻസി വരുന്നതും അതുപോലെ തന്നെ നിയമനങ്ങൾ അത്യാവശ്യം നടക്കുന്നതുമായിട്ടുള്ള ഒരു എക്സാമാണ് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. എന്നാൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കൃത്യമായ രീതിയിൽ പഠിച്ചു പോകുന്ന ഒരു എക്സാം കൂടിയാണ് ഇത് അല്ലേ. അപ്പോൾ നമുക്കറിയാം, ഇനി ഈ ഒരു എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയാണ് ഇനിയും പഠിച്ചു തുടങ്ങാത്ത ആളുകൾ എങ്ങനെയാണ് അവരുടെ പ്രിപ്പറേഷൻസ് കാര്യങ്ങളെ കൊണ്ടുപോകേണ്ടത് എന്നുള്ളൊരു കാര്യമാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു സിലബസിൽ നിന്ന് തന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കറിയാം, ഇതാണ് നമ്മുടെ കമ്പനി ബോർഡ് LGSൻ്റെ സിലബസ് എന്ന് പറയുന്നത് അല്ലേ. 100 മാർക്കിന് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ പൊതുവിജ്ഞാനം 40 മാർക്കിന് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കറണ്ട് അഫെയർസ് എന്ന് പറയുന്നത് 20 മാർക്കിന് വരുന്നുണ്ട്. സയൻസ് നമ്മൾ നോക്കുമ്പോൾ 10 മാർക്കിന് വരുന്നുണ്ട്. പൊതുജനാരോഗ്യം, ബയോളജി കാര്യങ്ങളെല്ലാം ചേർത്തുകൊണ്ട് അവിടെയും 10 മാർക്കിന് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പറയുന്ന മാത്സ് ആൻഡ് റീസണിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ 20 മാർക്കിന് അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഹൈ സ്കോറിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ കറണ്ട് അഫെയർസും അതുപോലെ തന്നെ ഈ പറയുന്ന മാത്സ് ആൻഡ് റീസണിങ്ങും ആണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഇനി പഠിച്ചു തുടങ്ങുന്ന ആളുകൾ എന്താ ചെയ്യേണ്ടത്, എവിടുന്നാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഈ പറയുന്ന സയൻസിൽ നിന്നായിരിക്കണം. സയൻസിൻ്റെ കാര്യം പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. അതായത് ഒരുപാട് വാസ്റ്റ്. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന GKയുടെ ഏരിയ നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് വിഷയങ്ങൾ അതിൽ വരുന്നുണ്ട് അല്ലേ. അതായത് നമുക്ക് ഹിസ്റ്ററി ആണെങ്കിലും ജോഗ്രഫി ആണെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ഒക്കെ വരുന്ന ഒരു ഏരിയയാണ് ഈ പറയുന്ന പൊതുവിജ്ഞാനം അല്ലെങ്കിൽ GK എന്ന് പറയുന്ന ഏരിയ. അപ്പോൾ വാസ്റ്റായിട്ട് കിടക്കുന്ന ഒരു ഏരിയയാണ് നമുക്കത്. അപ്പോൾ അതൊന്ന് തൽക്കാലം അവിടെ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ ഈ പറയുന്ന സയൻസിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പാരിറ്റീവ്ലി GKനെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഈ പറയുന്ന സയൻസിൽ നമുക്ക് നോക്കുമ്പോൾ കുറച്ച് ഏരിയാസാണ് പഠിക്കാനായിട്ട് വരുന്നത്. അതിൽ തന്നെ നിങ്ങൾ ഈ പറയുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, റീസെൻ്റ്ലി നടന്ന എക്സാമുകളിലൊക്കെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതിൻ്റെയൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റുകൾ, അതിൽ ഓരോ ഓപ്ഷൻസ് വൈസ് നിങ്ങൾ പഠിച്ചു പോവുക എന്നുള്ള കാര്യമാണ്. നമുക്കറിയാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഏരിയാസ് ഈ പറയുന്ന സയൻസിൻ്റെ ഭാഗത്ത് നമുക്ക് ചോദിക്കാറുണ്ട്. ഇപ്പോൾ കെമിസ്ട്രിയിലാണെങ്കിലും അതല്ല ബയോളജിയിലാണെങ്കിലും ഫിസിക്സിലാണെങ്കിലും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ കൂടെ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ ഉണ്ട്. അപ്പോൾ വൈറ്റമിൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് സയൻസിൻ്റെ ഭാഗം എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യുക, അത് നിങ്ങളുടെ ഡെയിലി ഉള്ള ഒരു സ്റ്റഡി പ്ലാനിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ പറയുന്ന ഹൈ സ്കോറിംഗ് ആയിട്ടുള്ള ഏരിയാസിനെ ഒരിക്കലും സ്കിപ്പ് ചെയ്ത് പോകരുത്. കാരണം അത്യാവശ്യം ഇപ്പോൾ മാത്സ് അറിയുന്നവരാണ് എന്നുണ്ടെങ്കിൽ പോലും എന്താണ്, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പോവുക. ഡെയിലി നിങ്ങളുടെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കൊണ്ടുപോവുക. ഇനി അതല്ല, മാത്സിലോ അല്ലെങ്കിൽ റീസണിങ്ങിലോ ഒക്കെ ആയിട്ട് ചിലവർ ബാക്കിൽ നിൽക്കുന്ന ആളുകളുണ്ടാവും. അവർ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒരു ഡെയിലി വർക്കൗട്ടിൽ ഈ പറയുന്ന മാത്സും റീസണിങ്ങും എന്തായാലും ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളൊരു കാര്യമാണ് ചെയ്യേണ്ടത്. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്കറിയാം, നമ്മുടെ ആനുകാലിക വിഷയങ്ങൾ അല്ലെങ്കിൽ കറണ്ട് അഫെയർസിൻ്റെ കാര്യം നമ്മൾ പറയുന്ന സമയത്ത് അവിടെ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്, അവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെ
തന്നെയാണ് ഈ പറയുന്ന കറണ്ട് അഫെയർസ് എന്ന് പറയുന്നത്. കാരണം എന്താ, ഈ നമുക്ക് ഈ ഒരു റീസെൻ്റ്ലി നടന്നിട്ടുള്ള എക്സാമുകൾ, റീസെൻ്റ്ലി നടന്നിട്ടുള്ള എക്സാമുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ്, അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുകൾ, അതുപോലെ തന്നെ എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട് അല്ലേ. കറണ്ട് അഫെയറിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അവാർഡുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അപ്പോയിൻമെൻറ്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കുറച്ച് സ്കീമുകൾ, അതിൽ പ്രധാന സ്കീമുകൾ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ആനുകാലിക വിഷയങ്ങളുടെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, റീസെൻ്റ്ലി നടന്നിട്ടുള്ള എക്സാമുകളിൽ വന്നിട്ടുള്ള ആ ഒരു മോഡൽ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയാൽ നമുക്ക് കവർ ചെയ്ത് പോകാൻ പറ്റുന്ന ഏരിയാസ് തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യാം, ഈ പറയുന്ന ആനുകാലിക വിഷയങ്ങൾ നിങ്ങളുടെ സ്റ്റഡീസിൻ്റെ ഡെയിലി റൂട്ടീൻ്റെ ഭാഗമാക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് നമ്മുടെ പൊതുവിജ്ഞാനത്തിലോട്ട് നമ്മൾ പോകുമ്പോൾ എന്താണ്, ജനറലി നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് പഠിക്കാനും, അതായത് കുറച്ച് വാസ്റ്റായി കിടക്കുന്ന ഏരിയ ആണെങ്കിൽ പോലും എന്ത് ചെയ്യാം, നമ്മളൊന്ന് ബോറടിച്ചിരിക്കുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ പറയുന്ന മാത്സ് ഒക്കെ പഠിച്ച് സയൻസ് ഒക്കെ പഠിച്ച് ഒരു ഇതിലിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഈ പറയുന്ന പൊതുവിജ്ഞാനം എന്ന് പറയുന്നത്. അതിൽ നിങ്ങൾക്ക് ഹിസ്റ്ററിയോ കോൺസ്റ്റിറ്റ്യൂഷനോ ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് പെട്ടെന്ന് പഠിച്ചു തീർക്കാനായിട്ട് പറ്റുന്നത്, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ആ ഭാഗങ്ങൾ കവർ ചെയ്ത് അങ്ങ് പോവുക. മെയിനായിട്ട് ഞാൻ ഇവിടെയും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഓരോ എക്സാമിൽ നടന്നിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ എടുക്കുക, അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുകൾ പഠിക്കുക, അതിൻ്റെ 4 ഓപ്ഷൻ അവിടെ ഒരുമിച്ച് അങ്ങ് പഠിച്ചു പോവുക. ഇങ്ങനെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഈ പറയുന്ന പൊതുവിജ്ഞാനം, അതല്ലെങ്കിൽ നമ്മുടെ അജീക്കയുടെ ഭാഗം നിങ്ങൾക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഏരിയാസ് അവിടെ പഠിച്ചെടുക്കുക. മാത്സിൽ മുന്നിൽ നിൽക്കുന്നവരാണെങ്കിലും പിറകിൽ നിൽക്കുന്നവരാണെങ്കിലും നിങ്ങളുടെ ഡെയിലി റൂട്ടീൻ്റെ ഭാഗമാക്കിയിട്ട് തന്നെ ഈ ഒരു മാത്സ് റീസണിങ് നിങ്ങൾ കൊണ്ടുപോകുക. കാരണം അത്യാവശ്യം അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്പീഡും കാര്യങ്ങളൊക്കെ കൂട്ടാനായിട്ടോ, അതല്ല പിറകിൽ നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ കൃത്യമായ രീതിയിൽ പഠിച്ചു പോകാനായിട്ട്, ഓരോരോ ടോപ്പിക്കുകൾ പഠിച്ചു പോകാനായിട്ട് നമ്മുടെ മുന്നിൽ ഇനിയും സമയമുണ്ട് എന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇനിയും പഠിച്ചു തുടങ്ങാത്ത ആളുകളോട് ഇത് തന്നെ പറയാനുള്ളൂ, റൈറ്റ് ടൈം തന്നെയാണ് നമ്മൾ, ഇനിയും നമ്മുടെ മുന്നിൽ സമയങ്ങളുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ എഫേർട്ട് ഇട്ടുകൊണ്ട് തന്നെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേടാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് ഈ പറയുന്ന കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. അതുകൊണ്ട് ആരും നെഗറ്റീവ് ചിന്തിച്ചൊന്നും ഇരിക്കണ്ട, ഇനി സമയമുണ്ടോ, ഇനി പറ്റുമോ എന്നൊന്നും വിചാരിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കൃത്യസമയത്ത് തന്നെയാണ്, അല്ല റൈറ്റ് ടൈമിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലാണെങ്കിലും നിങ്ങൾക്ക് കമ്പനി ബോർഡ് LGSൻ്റെ ക്ലാസ്സുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡഡ് ക്ലാസ്സുകൾ, അതോടൊപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, മോക്ക് ടെസ്റ്റുകൾ, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും വരുന്ന സമയത്ത് അതിനെ ഗൈഡ് ചെയ്യാനായിട്ടുള്ള ഒരു മെൻറ്റർ കാര്യങ്ങൾ എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ബാച്ചാണ് നമ്മുടെ കമ്പനി ബോർഡ് LGSൻ്റെ. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഓരോ ദിവസവും നിങ്ങളുടെ ഈ പറയുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഭാഗമാക്കി കൊണ്ടുപോവുക. അതിലെ ഓരോ ഓപ്ഷൻസ് നിങ്ങൾ പഠിച്ചു പോകാൻ തന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനിയും പഠിച്ചു തുടങ്ങാത്തവരോട് എഗെയിൻ പറയാണ്, റൈറ്റ് ടൈം ആണ്, പഠിച്ചു പോവുക, ഒരുമിച്ച് തന്നെ പഠിച്ചു പോവുക. 2026 നമുക്ക് ഈ ഒരു ജോലി നമ്മുടെ കയ്യിലിരിക്കാം. താങ്ക് യു.